കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കർഷക പ്രക്ഷോഭത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിയും സംയുക്ത കിസാൻ മോർച്ച നേതാക്കളുമായി ഇന്ന് നടത്താനിരിക്കുന്ന ചർച്ചയിൽ നിന്ന് SKM പ്രതിനിധികൾ വിട്ടുനിന്നേക്കും. മുതിർന്ന കർഷക നേതാവ് ബൽബീർ സിംഗ് രജേവാളാണ് ഇക്കാര്യം അറിയിച്ചത്. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് നേതാക്കൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ദല്ലേവാളിന്റെ അടിയന്തര വൈദ്യസഹായം നൽകാത്തതിൽ പഞ്ചാബ് സർക്കാരിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. സ്വാതി സന്തോഷ് തുടരുന്നുണ്ട്. സ്വാതി, വീണ്ടും സ്വാതി, ഈ ദല്ലേവാളിന്റെ ആരോഗ്യനില ഓരോ ദിവസവും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 39ാമത്തെ ദിവസമാണ് നിരാഹാരത്തിന്റെ. ആരോഗ്യസ്ഥിതി മോശമാകുന്ന ഘട്ടത്തിൽ പഞ്ചാബ് സർക്കാരിന് കോടതിയുടെ വിമർശനമുണ്ട്. ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിനുള്ള വൈദ്യസഹായം ഉറപ്പാക്കുന്നതിനുള്ള തീയതി കഴിഞ്ഞിരുന്നു. പക്ഷേ അതിലൊന്നും കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു തീരുമാനം അറിയിച്ചിട്ടില്ല. സർക്കാർ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാവാതെ ഈ സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിയുമായിട്ടും ഒരു ചർച്ച വേണ്ട എന്ന നിലപാടാണോ ഇപ്പോൾ ഈ SKMന്റെ പിന്മാറ്റത്തിന് പിന്നിൽ? അന്ന, ഇപ്പോൾ നവംബർ 26-നാണ് ദല്ലേവാൾ ഈ നിരാഹാര സമരം തുടങ്ങിയിട്ടുള്ളത്. ഈ നിരാഹാര സമരം ഇന്ന് 39 ദിവസം പിന്നിടുമ്പോൾ ദല്ലേവാളും അതോടൊപ്പം മറ്റ് കർഷക നേതാക്കളും മുന്നോട്ട് വെക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തണമെന്നുള്ളതാണ്. അതായത് കേന്ദ്ര സർക്കാർ കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറാവണം. അവരുടെ ആവശ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മിനിമം താങ്ങുമൂലം നിയമപരമാക്കുക ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് കർഷകർ മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ ഖനൗരിയിൽ ദിവസങ്ങളോളം മാസങ്ങളോളം നീണ്ടുന്ന ഒരു സമരത്തിലേക്കൊക്കെ കർഷകർ കടക്കുന്നത്. എന്നാൽ ഈ കർഷക സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ പലതവണയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അതേസമയം ഈ ദല്ലേവാളിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ആശങ്കയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി നിരവധി തവണ ഇടപെട്ടിട്ടുള്ളത്. വൈദ്യസഹായം ഉൾപ്പെടെ നൽകണമെന്ന ആവശ്യം പലതവണയായി സുപ്രീം കോടതി പഞ്ചാബ് സർക്കാരിനോട് ആവശ്യപ്പെടുകയും എന്നാൽ പഞ്ചാബ് സർക്കാർ ഈ വിഷയത്തിൽ ഒരു നിസ്സംഗത പുലർത്തുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പോലും ഈ കേസ് പരിഗണിക്കവേ സുപ്രീം കോടതി രൂക്ഷമായി തന്നെ പഞ്ചാബ് സർക്കാരിനെ വിമർശിക്കുകയായിരുന്നു. അതായത് ഈ ദല്ലേവാളിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് അല്ലെങ്കിൽ വൈദ്യസഹായം അടിയന്തരമായി നൽകണമെന്ന് സുപ്രീം കോടതി ആവർത്തിച്ച് പറഞ്ഞിട്ട് പോലും ആ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പഞ്ചാബ് സർക്കാർ ഇടപെടാത്തത് എന്നുള്ള ചോദ്യമാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്. എന്നാൽ മറ്റു ഒരു കാര്യം കൂടി സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത് ഈ സമരം അവസാനിപ്പിക്കണമെന്ന് കോടതി ഇടപെട്ടുകൊണ്ട് പറഞ്ഞ് എന്ന തരത്തിലൊരു വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അത്തരത്തിൽ പഞ്ചാബ് സർക്കാരും ഉദ്യോഗസ്ഥരും ആ തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം. അങ്ങനെ ഒരു ആവശ്യം ഒരിക്കലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടണമെന്നാണ് സുപ്രീം കോടതി എപ്പോഴും ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ഇടപെടലാണ് സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. അല്ലാതെ ഈ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകണമെന്ന ആവശ്യം ഒരിക്കലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ ചൂണ്ടിക്കാണിച്ചത്. അതോടൊപ്പം ദല്ലേവാളിനെ സംബന്ധിച്ച് ദല്ലേവാളിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന് രക്തസമ്മർദ്ദം കുറയുന്നതും ഹൃദയസ്തംഭന സാധ്യത ഉണ്ട് എന്നടക്കമുള്ള മെഡിക്കൽ ചെക്കപ്പിലൂടെ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് വൈദ്യസഹായം എത്തിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യേണ്ട കടമ പഞ്ചാബ് സർക്കാർ. എന്നാൽ ഇതുവരെയും ഈ വിഷയത്തിൽ പഞ്ചാബ് സർക്കാർ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് വലിയ ആശങ്കയായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ SKM നേതാക്കളുമായുള്ള ചർച്ച അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി ഈ കർഷക നേതാക്കളുമായി ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഇന്നാണ് ആ ചർച്ച ചെയ്യാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ SKM നേതാക്കൾ കഴിഞ്ഞ ദിവസമാണ് അറിയിച്ചത് ഈ ചർച്ചയിൽ നിന്നും തങ്ങൾ പിന്മാറുകയാണ്, ഈ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത്തരം സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള മണിക്കൂറുകൾ മാത്രമേ അറിയാൻ കഴിയൂ അത്തരത്തിൽ ചർച്ച നടക്കുകയോ ഏതെങ്കിലും തരത്തിലൊരു സമവായം ഉണ്ടാകുമോ എന്നുള്ളതിൽ ഇനി കാത്തിരിക്കേണ്ടി വരും. എന്തായാലും SKM നേതാക്കൾ നിലവിൽ അറിയിച്ചിട്ടുള്ളത് ഈ ചർച്ചയിൽ നിന്നും പിന്മാറി നിൽക്കുമെന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരാണ് ചർച്ചയ്ക്ക് തയ്യാറാകേണ്ടത്. അല്ലാതെ സുപ്രീം കോടതിയുടെ കമ്മിറ്റി അല്ല ഈ വിഷയം ഇടപെടേണ്ടത്. കേന്ദ്ര സർക്കാർ. അതെ സ്വാതി, അതുതന്നെയാണ് ഈ കാലങ്ങളായി നടക്കുന്ന സമരത്തിൽ കേന്ദ്ര സർക്കാർ ഒരു അനുകൂല നിലപാടെടുക്കാത്തതോ അതല്ലെങ്കിൽ അതിനപ്പുറത്ത് പ്രസക്തമായ കാര്യം അവരുമായി ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാൻ ഇതുവരെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിട്ടില്ല എന്നതാണ്. അതിൻ്റെ പ്രതിഷേധമുണ്ട്, വിമർശനങ്ങളുണ്ട്. കർഷകർ സ്വാഭാവികമായും ആ പ്രതിഷേധം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്, ശക്തമാക്കാനുള്ള സാഹചര്യമുണ്ട്. അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദല്ലേവാളിന്റെ നിരാഹാര സമരം 39ാമത്തെ ദിവസത്തിലേക്ക് കടന്നിട്ടും സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിയുമായി ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിന്റെ തീരുമാനത്തിന്റെ പിന്നിൽ കൃത്യമായും കേന്ദ്ര സർക്കാർ ഇതിലൊരു നിലപാട് അറിയിക്കണം, കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകണം, ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന അവരുടെ ന്യായമായ ആവശ്യം തന്നെയാണ്. ദില്ലിയിൽ നിന്ന് സ്വാതി വിവരങ്ങൾ നൽകിയത്.